ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖാണോ? അപ്പം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഇടിച്ചക്കയും മുതിരയും കൊണ്ടുള്ള ഒരു ഉപ്പേരിയാണ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ചക്കയുടെ സീസൺ ആണല്ലേ. നിങ്ങളുടെ നാട്ടിലൊക്കെ ചക്ക ആയി തുടങ്ങിയോ? ഇതിപ്പോൾ നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുള്ള ഇടിച്ചക്കയാണ് കേട്ടോ. അപ്പോൾ ഇടിച്ചക്ക ഞാനിവിടെ കഷ്ണങ്ങളാക്കി നുറുക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് നുറുക്കി എടുത്തോണ്ട് വരാം. സാധാരണയായിട്ട് ഇടിച്ചക്ക തോരൻ വെക്കാറുള്ളത് നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയിട്ട് കുക്കറിലിട്ട് വേവിച്ചിട്ടാണല്ലേ. ഞാനിവിടെ മുതിരയൊക്കെ ഇട്ട് വെക്കുമ്പോൾ ഇതുപോലെ നുറുക്കി കഷ്ണങ്ങളാക്കിയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയിട്ടാണ് ഉപ്പേരി വെക്കാറുള്ളത് കേട്ടോ. അപ്പം നമ്മളിങ്ങനെ ഇടിച്ചക്ക ഇതുപോലെ കഷ്ണങ്ങളാക്കി നുറുക്കി നമ്മൾ മുതിര ചേർത്ത് വെക്കുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇങ്ങനെ വെക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഈ ഇടിച്ചക്ക തോരന് പകരം അധികവും ഈ മുതിര ചേർത്തിട്ട് ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ടാണ് കേട്ടോ വെക്കാറുള്ളത്. അപ്പൊ നമ്മൾ ഇടിച്ചക്ക മുഴുവനായിട്ടും ഇതുപോലെ നുറുക്കിയെടുത്തിട്ട് വെള്ളത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ ഇടിച്ചക്ക വെള്ളത്തിലോട്ട് നുറുക്കി ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഇടിച്ചക്കയുടെ കളറും മാറില്ല. പിന്നെ നമ്മുടെ ആ പശ പോലത്തെ മുളഞ്ഞുണ്ടല്ലോ അതൊക്കെ ആ വെള്ളത്തിലോട്ട് പിടിക്കുകയും ചെയ്യും. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു ഗ്ലാസ് മുതിര ഞാൻ കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയിട്ടുള്ള മുതിരയാണ്. അപ്പോൾ ചില സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ പാക്കറ്റിൽ മുതിര വരുന്നുണ്ട്. അത് വാങ്ങുകയാണെങ്കിൽ നമുക്ക് അരിക്കേണ്ട ആവശ്യമില്ല. സാധാ കടകളിൽ നിന്നും മുതിര വാങ്ങിക്കുമ്പോൾ നമ്മൾ അരിച്ചെടുക്കണം. കല്ലുണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പം ഞാനിതാ കഴുകി വൃത്തിയാക്കി 2 ഗ്ലാസ് വെള്ളം അതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചു കൊണ്ടുവരാം. അപ്പോൾ മുതിരയൊക്കെ ഒന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഒരു മിക്സിയുടെ ജാറിലോട്ട് കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ചെറിയ ഉള്ളിയാണ്. ഇനി നമുക്കിതൊന്ന് ചതച്ചെടുത്തോണ്ട് വരണം. അപ്പോൾ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ ഇത് എളുപ്പത്തിൽ ചതഞ്ഞ് കിട്ടും. ഇല്ലെങ്കിൽ നിങ്ങൾ ഇടികല്ലിൽ ചതച്ചെടുത്താലും മതിയാവും. ഞാൻ എൻ്റെ വീഡിയോയിൽ എപ്പോഴും പറയുന്നത് പോലെ മിക്സിയുടെ ജാറിലോട്ട് നമ്മൾ ഉള്ളി ഇട്ട് കൊടുക്കുക. ഒറ്റ ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചതഞ്ഞ് കിട്ടും. ഇനി നമുക്കൊരു ചീനച്ചട്ടി വെച്ച് കൊടുക്കാം. അതിലോട്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് 2 സ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2-3 വറ്റൽമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്താൻ മറക്കരുത് കേട്ടോ. പിന്നെ ലൈക്കും ഷെയറും കമൻറ്റും ഒന്നും ആരും ചെയ്യാൻ മറന്നു പോരുതേ. അപ്പോൾ ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം ഒന്നായി വന്നപ്പോഴേക്കും ഞാനിത് അവിടെ നുറുക്കി വെച്ചിരിക്കുന്ന ചക്കയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോഴേക്കും നമ്മൾ മുതിര വെന്ത് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, കൈ കൊണ്ട് ഉടയുന്ന പരുവത്തിലായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ വെന്ത് കിട്ടിയ മുതിരയും കൂടെ നമുക്ക് ഈ ചക്കയിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ മുതിര ഞാൻ വെള്ളത്തിൽ കുതിർത്തിയിട്ടല്ല കേട്ടോ വേവിക്കാൻ വെച്ചിട്ടുള്ളത്. അങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് കഴുകി വേവിക്കാൻ വെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു 5 വിസിലിന് എനിക്കിത് വെന്ത് കിട്ടിയിട്ടുണ്ട്. ചില മുതിരയാണെങ്കിൽ നമുക്ക് കുതിർത്തേണ്ടി വരും. അപ്പോൾ നമുക്ക് ഒരു 2-3 വിസിലിന് നമുക്കത് വെന്ത് കിട്ടും. അപ്പോൾ മുതിര വെന്ത് വന്നപ്പോൾ അതിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ 1 ഗ്ലാസ് വെള്ളം കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് ചക്കയൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് തീ ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇതിലോട്ട് 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഇതൊരു 2 മിനിറ്റോളം ഇങ്ങനെ മൂടി വെക്കണം. നമ്മൾ നാടൻ ഉപ്പേരികളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് 2 തണ്ട് കറിവേപ്പില അതിൻ്റെ മുകളിൽ വെച്ച് ഒരു 5 മിനിറ്റ് നേരം നമ്മളിത് മൂടി വെച്ചാൽ കിട്ടുന്ന രുചി ഉണ്ടല്ലോ, അതൊരു അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇനി നമുക്ക് ഈ ഇടിച്ചക്കയും മുതിരയും കൂടിയുള്ള ഉപ്പേരി ഒരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം. എന്നിട്ട് ചൂടോടെ തന്നെ അതിലോട്ട് ഒരു 2 സ്പൂൺ നാളികേരം ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, വേണ്ടവർക്ക് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പം നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഇടിച്ചക്കയും മുതിരയും കൂടിയുള്ള ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. കമൻറ്റ് ചെയ്യാനും ആരും മറന്നു പോകരുതേ. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്